അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചല്ല. ഞാൻ വളരെ ചെറിയ, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു ടീനേജ് പ്രായം ഉണ്ടല്ലോ, അപ്പോഴേ ഞാൻ തീരുമാനിച്ച. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ ഇക്വാലിറ്റി എന്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട, എനിക്ക് ഈ ഫ്രീഡം വേണ്ട. ഇപ്പോൾ ഞാൻ അല്ലാണ്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പേഴ്സണൽ ലൈഫിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളിലും പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചുള്ള ചില സ്റ്റേറ്റ്മെന്റുകളിലും ഭയങ്കരമായിട്ട് ബ്ലാക്ക് ആഷ് ഉണ്ടായിട്ടുണ്ട്. സ്വാസിക ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിൽ ഈ സൈബർ ആക്രമണം അത് വലിയ തോതിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഇപ്പം ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഇത് പറയുന്ന സാധനമാണെന്നുണ്ടെങ്കിലും, വീട്ടിലെന്തോ പാമ്പ് വരുമ്പോ എന്തോ ആ ഒരു സംതിങ് പറയുന്ന സംഭവത്തിലാണെന്നുണ്ടെങ്കിൽ ആളുകൾ അതൊരു ഭയങ്കര ഡിസ്കഷനിലേക്ക് പോകുന്ന തരത്തിലും, പിന്നെ WCCയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവുന്നുണ്ട്, ആളുകൾക്കുള്ളൊരു ഹേറ്റ് ഉണ്ടാവുന്നു. ഈ സൈബർ ബുള്ളിങ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എങ്ങനെയാണ്? അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് ഇതിനെ ഞാൻ എടുക്കുന്നില്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്നു. ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, എന്റെ പേഴ്സണൽ ലൈഫ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചല്ല. ഞാൻ വളരെ ചെറിയ, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു ടീനേജ് പ്രായം ഉണ്ടല്ലോ, അപ്പോഴേ ഞാൻ തീരുമാനിച്ച. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, എന്റെ അമ്മൂമ്മ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, ഇവരാരും അങ്ങനെയല്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കും അതിന്റെ റീസൺ അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ കാല് പിടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ. അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് നിങ്ങൾക്ക്. അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളെ പോലുള്ള, ഇപ്പൊ അമീനെ പോലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യണം, അതാണ് ഒരു പെർഫെക്റ്റ് സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതല്ല പെർഫെക്റ്റ് സ്ത്രീ. സ്ത്രീകൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കണം. അവര് ആ ഒരു ഇക്വാലിറ്റിയിൽ വിശ്വസിക്കണം. കല്യാണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വേറൊരു സംഭവമല്ല, അത് നോർമൽ ഒരു സംഭവമാണ്. പക്ഷെ എനിക്കിതൊക്കെ വേറെയാണ്. എനിക്ക് ഈ പറഞ്ഞ ഇക്വാലിറ്റി എന്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട, എനിക്ക് ഈ ഫ്രീഡം വേണ്ട. ഞാൻ ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്റെ പീസ് ഓഫ് മൈൻഡ് ഞാൻ കാണുന്നത് ഇതിലാണ്. എനിക്കിപ്പോ എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഇപ്പോ ഹസ്ബൻഡൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരു ഡിസിഷൻ എടുക്കാനും, അവർ നോ പറയുമ്പോൾ അത് ഓക്കെ വേണ്ടാന്ന് തീരുമാനിക്കാനും, അല്ലെങ്കിൽ ഒരു കാര്യം അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല, ഇനി അത് വരാനും പോകുന്നില്ല. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ മൂന്നാമതൊരാള് ഇത് ഇൻഫ്ലുവൻസ് ആവേണ്ട കാര്യമില്ല, ഇത് ചെയ്യേണ്ട കാര്യമില്ല, ഇതാണ് ശരിയെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. പക്ഷെ നാളെ എന്തൊക്കെ ഈ ലോകം മാറിയാലും, ഇപ്പൊ നമ്മൾ പറയല്ലോ, ഇപ്പം ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നു, സ്ത്രീകൾ ഭയങ്കര ഇതിൽ ഇപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും സ്ത്രീകൾക്ക് നാളെ ഇല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഡെലിബറേറ്റ്ലി എടുത്തൊരു തീരുമാനമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മാറ്റുമായിരിക്കും. നമ്മൾ പറയുമല്ലോ, നമുക്കൊരു ഏജ് കഴിയുമ്പോൾ നമ്മൾ പല ആൾക്കാരുമായിട്ടുള്ള സംസാരങ്ങൾ, ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും, നമ്മൾ നമ്മുടെ ചിന്താഗതിയൊക്കെ മാറ്റുന്നു. പക്ഷെ എനിക്ക് മാറ്റണ്ട. കാരണം എനിക്ക് ഇത്രയും ഓവറായിട്ടുള്ള ഈ പല പല കാര്യങ്ങൾ, ഡിസ്കഷൻസ്, അതിലേക്കൊന്നും എനിക്ക് പോകണ്ട. എനിക്ക് ആ പഴയ രീതിയിൽ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ളത് ഞാൻ ബോധപൂർവ്വം എടുത്തൊരു തീരുമാനം ആയതുകൊണ്ട് എനിക്കത് ചെയ്യണതിൽ ഒരു കുഴപ്പം തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്ന് അത് പറഞ്ഞത്. പക്ഷെ അതിന് ആൾക്കാർ നിങ്ങൾ തെറ്റായ മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ മുന്നോട്ട് വരാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അവരെ പുറകോട്ട് തള്ളുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിറ്റി ചെയ്ത്, നിങ്ങൾ ചെയ്യുന്നതാണ് ശരി, നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ ജീവിക്കേണ്ടത്, എന്നെ പോലെ ആരും ജീവിക്കരുത്, അതെനിക്ക് മാത്രമുള്ളതാണ്. ആൻഡ് WCCയുടെ കാര്യം പറയുമ്പോഴും എനിക്ക് അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എന്റെ തോന്നലാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് എന്റെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ഈ പറയുന്ന അത്രയും മോശമായിട്ടുള്ള ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പെർസ്പെക്റ്റീവാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ രൂപം ഇതുവരെ മനസ്സിലായിട്ടില്ല. സോ വെയിറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണോ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതെന്ന്. കാരണം എനിക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത്. കാരണം നമ്മൾ ഇത്രയും വർഷമായിട്ടും ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള പല ആൾക്കാർ നിന്നിട്ടും ഇങ്ങനൊരു അനുഭവമൊന്നും അവരും പറയുന്നത് കേട്ടിട്ടില്ല, എനിക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടെന്നും പറയുന്നു. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടിരിക്കുകയാണ്. ചില ആൾക്കാർ ഇപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ അയ്യോ അത് ശരിയല്ലല്ലോ, അവർ പറയുന്ന കള്ളമാണെന്ന് തോന്നുന്നു അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാം. അതുവരെ നമ്മൾ പറയുമല്ലോ,
ഇപ്പം ഞാൻ കുട്ടിക്കാലത്ത് ടി വിയിൽ പുറകിൽ ആർട്ടിസ്റ്റ് ഉണ്ട്, അവരെ വന്നിട്ടാണ് ടി വിയിൽ ഇങ്ങനെ കാണിക്കുന്നത് വിശ്വാസത്തിലാണല്ലോ നമ്മളിരുന്നത്. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഓ അയ്യോടാ ക്യൂട്ടായിട്ടുള്ളൊരു വിശ്വാസം. അപ്പം അതേപോലെ ഇപ്പം ഞാനൊരു വിശ്വാസത്തിലാണ് ഇൻഡസ്ട്രിയെ കുറിച്ച്. അത് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ്. നാളെ അത് മാറുവാണെങ്കിൽ ഓക്കെ, അത് നമ്മൾ ആ സമയത്ത് ക്ഷമ ചോദിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻഡസ്ട്രി ഒരു ഇത്രയും മോശമല്ല എന്നുള്ളത് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു എന്ന് മാത്രം.